അറേബ്യൻ കടലിൽ നങ്കൂരമിട്ടിരിക്കുന്ന അബ്രഹാം ലിങ്കൺ എന്ന വിമാനവാഹിനി യുദ്ധക്കപ്പലിൽ വലിയ സംഘർഷം നടന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സൈനികർ തമ്മിലാണ് സംഘർഷമുണ്ടായത്. 7 പേരെങ്കിലും കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. തസ്നീം റിപ്പോർട്ട് ചെയ്തു. ഇത് ആദ്യഘട്ടത്തിൽ തന്നെ അത് ഇറാൻ്റെ ഏജൻസിയാണ്. പിന്നീട് അത് മെഹർ, പ്രസ് TV എല്ലാ ചാനലുകളും അന്താരാഷ്ട്ര മീഡിയകളിലെല്ലാം ഈ റിപ്പോർട്ട് സ്ഥിരീകരിച്ച റിപ്പോർട്ടായിട്ട് പുറത്തു വരികയും ചെയ്തു. അബ്രഹാം ലിങ്കൺ കപ്പൽ ഇറാനുമായിട്ടുള്ള യുദ്ധത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ IRGCക്കെതിരെ യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇടപെടാൻ വേണ്ടിയിട്ട് മാസങ്ങൾക്ക് മുമ്പേ ഈ മേഖല കേന്ദ്രീകരിച്ചു, അതായത് മിഡിൽ ഈസ്റ്റിലെ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് നങ്കൂരമിട്ട കപ്പലാണ്. 5000 സൈനികരെങ്കിലും കപ്പലുണ്ട് എന്നാണ് അനുമാനം. ഭക്ഷണം, വെള്ളം, താമസ സൗകര്യം, ടോയ്ലറ്റ് ഇതിലെല്ലാം മുൻപ് കാലത്ത് തന്നെ വിഷയങ്ങളും പ്രശ്നങ്ങളും ഉണ്ട്. അങ്ങനെയാണ് ഒരു സംഘർഷാവസ്ഥ രീതിയിലേക്ക് വന്നത്. ഒരു യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ആ രാജ്യത്തുള്ള സൈനികർ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെക്കുന്നു എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇത് ആദ്യമായിട്ടാണ്. അപ്പോൾ ഈ വടക്കൻ അറബിക്കടലിൽ, അതായത് ഒമാൻ ഉൾക്കടലിനോട് ചേർന്നിട്ടാണ് ഈ കപ്പലുള്ളത്, അബ്രഹാം ലിങ്കൺ കപ്പലുള്ളത്. എന്നാൽ എല്ലാ സമയത്തും ഇതേ മേഖലയിൽ തന്നെ നിലനിൽക്കില്ല. അത് IRGC പേടിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയിക്കൊണ്ടേയിരിക്കും. പല മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അവർ ഈ സ്ഥാനം ഉറപ്പിക്കാറുള്ളത് എന്നുള്ളതാണ്. ആദ്യ ഘട്ടത്തിൽ തന്നെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇറാൻ്റെ മെഹർ പത്രങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ കപ്പലുമായി ബന്ധപ്പെട്ട് വലിയ സംഘർഷാവസ്ഥയും വലിയ വിഷയങ്ങളും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത്. എന്നാൽ ഇതെല്ലാം ട്രംപ് അത് ഇല്ലാത്ത കാര്യമാണ്, നുണപ്രചാരണമാണ്, ഇറാൻ ഇല്ലാത്ത സംഭവങ്ങളാണ് പ്രചരിപ്പിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ പോലും ഇത് സ്ഥിരീകരിക്കപ്പെട്ടു. 7 പേരാണ് പറയുന്നതെങ്കിലും 10ൽ കൂടുതൽ ഈ സൈനികർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടും അത് പ്രാദേശിക തലത്തിലൊക്കെ അതും പ്രചരിക്കുന്നുണ്ട്. മാത്രമല്ല പല ആളുകൾക്കും വെടിവെപ്പിൽ പരിക്കേറ്റ വിവരം വേറെയുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് ഈ കപ്പലിൻ്റെ അകത്തുള്ള സൈനികർക്കിടയിൽ വലിയ രീതിയിലുള്ള സംഘർഷാവസ്ഥയും വിഷയങ്ങളും നിലനിൽക്കുന്നു എന്നുള്ളതും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വാസമില്ലാത്ത ഒരു സ്ഥിതി സൈനികർക്കിടയിൽ ഉണ്ടാവുമ്പോൾ ഒരു യുദ്ധത്തെ നയിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയില്ല. യുദ്ധമുഖത്താവുന്ന സമയത്ത് പ്രാധാന്യമായിട്ട് വേണ്ടത് പരസ്പര വിശ്വാസം എന്നുള്ളതാണ്. അത് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സ്ഥിതിയിലേക്ക് യഥാർത്ഥത്തിൽ ഇപ്പോൾ അമേരിക്കയുടെ സൈനികർ തന്നെ എത്തിയിരിക്കുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ ഒരു അവസാനിക്കാത്ത യുദ്ധമുഖത്താണ് അമേരിക്ക ഇപ്പം നിലനിൽക്കുന്നത്. മാത്രവുമല്ല ശത്രുവിൻ്റെ സൈനികപരമായിരിക്കുന്ന ശക്തി കണ്ട് മനസ്സിലാക്കി അതിനെതിരെ പ്രതിരോധമുണ്ടാക്കാനുള്ള ഒരു രീതിയിൽ അമേരിക്ക ഈ യുദ്ധം തുടങ്ങി വെച്ചിട്ടില്ല. വളരെ ലളിതവൽക്കരിച്ചുകൊണ്ട് നിസ്സാരമായിരിക്കുന്ന ഒരു രാജ്യം പല രാജ്യങ്ങളിലും ഇടപെട്ട് വളരെ മണിക്കൂറുകൾക്ക് എന്ന തരത്തിൽ ഇടപെടൽ നടത്തിക്കൊണ്ട് ആ രാജ്യത്തിൻ്റെ ഭരണം അട്ടിമറിച്ച് പുതിയ സംവിധാന കാര്യങ്ങൾ ഉണ്ടാക്കുകയും അമേരിക്കക്ക് അനുകൂലമായിരിക്കുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്ന കാര്യത്തിൽ എല്ലാ കാലത്തും വിജയിച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ വെനിസ്വേലയിൽ നമ്മളത് കണ്ടതാണ്. രാജ്യത്തിൻ്റെ പ്രസിഡന്റ് തന്നെ തട്ടിക്കൊണ്ടുപോയി. വല്ലാത്ത എതിർപ്പ് കാര്യങ്ങളൊന്നും അവിടെ ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തെ തട്ടിക്കൊണ്ടുപോയതിന് ശേഷവും ഒരു സമരപരിപാടി പോലും അവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇറാൻ എന്ന് മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെട്ടു. ആ പരാജയപ്പെട്ടതാണ് തങ്ങളുടെ ജീവിതത്തെ പോലും സാരമായിട്ട് ബാധിച്ചത് എന്ന് പറയുന്നു. അപ്പോൾ ഈ മേഖലയിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ജോലി ചെയ്യുന്ന സൈനികരുടെ ബന്ധുക്കൾ വലിയ എതിർപ്പാണ് ഗവൺമെൻറ്റിനോട് തന്നെ പ്രകടിപ്പിക്കുക. അമേരിക്കൻ സർക്കാരിനോട് ഈ കാര്യത്തിൽ പല ഘട്ടത്തിലായിട്ട് പറഞ്ഞു. കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് ജീവിതോപാധിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ പോലും ഒരു കൃത്യത നൽകുന്നതിൽ അമേരിക്ക പരാജയപ്പെടുന്നു. അങ്ങനെ വരുന്ന സമയത്ത് ഭാവിയിൽ അത് സാരമായിട്ട് തങ്ങളെ ബാധിച്ചു കൊണ്ടിരിക്കുന്നു എന്നും അവർ പറയുന്നു. മാത്രമല്ല ഇടയ്ക്കിടയ്ക്ക് ഇറാൻ്റെ IRGC ഈ കപ്പലിന് നേരെ ആക്രമണം നടത്തുന്നു എന്ന് മാത്രമല്ല യുദ്ധവാഹിനി കപ്പലാകുന്ന സമയത്ത് യുദ്ധ വിമാനങ്ങൾ അതിൽ തകർക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. തകർക്കപ്പെടുന്നതോടനുബന്ധിച്ച് സൈനികർക്ക് സാരമായിട്ട് പരിക്കേൽക്കുകയോ മരണപ്പെടുകയോ അത് ചെയ്യുന്നുണ്ട്. അത് ഒരു സ്ഥിരീകരണ റിപ്പോർട്ടായിട്ട് അമേരിക്ക പുറത്ത് വിടാറില്ല. അങ്ങനെ ഈ ലോകം അറിയാൻ പാടില്ല, ഇറാൻ അറിയാൻ പാടില്ല, മറ്റു രാജ്യങ്ങൾ അറിയാൻ പാടില്ല. എന്നാൽ യുദ്ധം ചെയ്യുന്ന സൈനികർക്ക് വേണ്ട വിധത്തിലുള്ള സഹായ കാര്യങ്ങൾ അമേരിക്കയുടെ ഭാഗത്ത് ഉണ്ടാവുന്നോ അതൊട്ടുണ്ടാവുന്നില്ല. എല്ലാം കൂടി എങ്ങനെ അതിജീവിക്കാൻ സാധിക്കും എന്നുള്ളതാണ് അമേരിക്കയുടെ സൈനികർ ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. യുദ്ധത്തിനിടയിൽ അമേരിക്കയുടെ സൈനികർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെക്കുക, കൊമ്പ് കോർക്കുക എന്നുള്ളത് സാധാരണഗതിയിൽ അവരുടെ രാഷ്ട്രീയ ലൈനിലൊന്നും ഇല്ലാത്തൊരു സംഭവമാണ്. അതും കൂടി ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ സൈനികർക്കിടയിൽ ആഭ്യന്തരമായിരിക്കുന്ന വിഷയങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഇത് മുന്നോട്ട് പോകുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമാണ്.
ആ പ്രയാസം ഇപ്പോൾ അനുഭവിക്കുന്നു. ഈ വിഷയത്തെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് സൈനിക കമാൻഡർ അടക്കമുള്ള ആളുകൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് ഈ വിഷയം പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അഥവാ ഈ കപ്പലിനെ ഇവിടെ നിന്ന് പിൻവലിക്കണം എന്നുള്ളത്. അബ്രഹാം ലിങ്കൺ കപ്പൽ അവിടെ വെക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണകാര്യങ്ങളൊന്നുമില്ല. കുറഞ്ഞ ഒരു സൈനികർ മാത്രമേ അവിടെ ആവശ്യമുള്ളൂ. കാര്യം എന്ന് പറഞ്ഞാൽ IRGC ആക്രമിക്കുകയാണെങ്കിൽ പ്രത്യാക്രമണം നടത്താൻ മാത്രം യഥാർത്ഥത്തിൽ ഇപ്പോൾ അമേരിക്കക്ക് സാധിക്കുന്നില്ല എന്നുള്ളത്. അതായത് മാനസികമായിട്ട് തളർന്നു പോയിരിക്കുന്നു. ഇത് ഏറ്റവും വലിയ വിഷയം അതാണ്. ഹമാസുമായിട്ടുള്ള യുദ്ധത്തിൽ ഇസ്രായേലിലെ സൈനികർ പറഞ്ഞിരിക്കുന്ന കാര്യം, ഞങ്ങളുടെ കയ്യിൽ ആയുധങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്, സൈനികരുടെ എണ്ണം കൂടുതലുണ്ട്, പക്ഷേ ഞങ്ങൾ മാനസികമായ രീതിയിൽ ഞങ്ങൾ ധൈര്യം ചോർന്നിരിക്കുന്നു. അപ്രതീക്ഷിതമായിരിക്കുന്ന ആക്രമണത്തെ പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. കാര്യം എന്ന് പറഞ്ഞാൽ സൈന്യവും മുഖാമുഖം ഏറ്റുമുട്ടുന്ന സമയത്ത് ഒളിപ്പോർ യുദ്ധം പോലെയാണ് ഹമാസിൻ്റെ ആളുകൾ ആക്രമിക്കുന്നത്. അതിനെ പ്രതിരോധിക്കുന്ന കാര്യത്തിൽ പരാജയപ്പെടുന്നു എന്ന് പല ഘട്ടങ്ങളിലായിട്ട് പറഞ്ഞാൽ സമാനമായ രീതിയാണ് ഇപ്പോൾ അബ്രഹാം ലിങ്കൺ കപ്പലുള്ള നാവികർ പറയുന്നത്. ഞങ്ങളുടെ കയ്യിൽ ആയുധങ്ങളും സംവിധാനങ്ങളും ഉണ്ട്, 5000-ഓളം സൈന്യമുണ്ട്. അതൊക്കെ തങ്ങൾ അംഗീകരിക്കുന്ന കാര്യം തന്നെയാണ്. പക്ഷേ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊരു സുരക്ഷിത ധൈര്യമില്ല. അതിനനുസരിച്ച് സർക്കാർ ഞങ്ങളുമായിട്ട് സഹകരിക്കുന്നില്ല. പ്രാഥമികമായിരിക്കുന്ന ആവശ്യം പോലും നിറവേറ്റാൻ സാധിക്കാത്ത വിധം പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യം ഞങ്ങൾക്ക് സംജാതമായിട്ടുണ്ട് എന്ന് പോലും യഥാർത്ഥത്തിൽ അമേരിക്കൻ സൈനികർ പറയുന്നത്. ഒരു യുദ്ധമുഖത്ത് അമേരിക്കയുടെ സൈനികർ ഇത്തരമൊരു അഭിപ്രായം പറയുന്നത് ഇതാദ്യമായിട്ടാണ് എന്നൊരു പ്രത്യേകതയും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുണ്ട് എന്ന് ചുരുക്കം.